എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടാ. അങ്ങനെ ഞാനും ശബനയും കൂടിയിട്ട് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ എത്തിയിട്ടുണ്ടെന്നൊക്കെ. ശബന ഭയങ്കര എക്സൈറ്റഡ് ആണെന്നൊക്കെ, ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താ കാര്യം എന്നുള്ളത്. അതെ, നീണ്ട 15 വർഷമായിട്ടുണ്ട് എൻ്റെ കയ്യിൽ ലൈസൻസ് കിട്ടിയിട്ട്. അപ്പോൾ ആങ്ങളെ ആയാലും ഹസ്ബൻഡ് ആയാലും ഒക്കെ കളിയാക്കുമായിരുന്നു, ഇത് ഉപ്പ കൈക്കൂലി കൊടുത്തിട്ട് നിനക്ക് ലൈസൻസ് എടുപ്പിച്ചു തന്നതാണ്, അതുകൊണ്ടാണ് നീ ഡ്രൈവ് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട്. ലൈസൻസ് കയ്യിൽ കിട്ടി ആദ്യം കുറച്ച് നാളൊക്കെ ഹസ്ബൻഡ് ആണെങ്കിലും ഉപ്പയാണെങ്കിലും ബ്രദർ ആണെങ്കിലും ഒക്കെ അവരുടെ കൂടെ ഇരുത്തി ഡ്രൈവിങ് ചെയ്യിപ്പിക്കാറുണ്ടെങ്കിലും ആദ്യത്തെ കുറച്ച് സമയമൊക്കെ നല്ല സ്നേഹത്തിൽ പെരുമാറിയിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഡ്രൈവിങ് അത്രയും മോശമായതിനാൽ അവർ ഇറക്കി വിടാറാണ് പതിവ്. പിന്നെ കല്യാണം കഴിഞ്ഞൊരു 10 വർഷം കുട്ടികളും മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന തിരക്കിൽ ഞാനും പിന്നെ എനിക്ക് അതിൻ്റെ ഒരു വലിയൊരു ആവശ്യകത തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ആ ഒരു ആഗ്രഹം ഇങ്ങനെ തോന്നി. ഡ്രൈവിങ് ചെയ്യാതെ മാത്രമല്ല എൻ്റെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് വഹിച്ചുകൊണ്ട് എനിക്കൊരു കുഞ്ഞൊരു വാഹനം വാങ്ങിക്കണമെന്നും ഒരാഗ്രഹമായിരുന്നു. വലിയ ലക്ഷറി വണ്ടികളൊന്നും അല്ലെങ്കിലും നമ്മളെപ്പോലെ സാധാരണക്കാർക്കൊന്ന് പ്രത്യേകിച്ച് എനിക്ക് ഒന്ന് ഡ്രൈവ് ചെയ്തിട്ട് ഒന്നിങ്ങനെ പഠിക്കാൻ രീതിയിലുള്ള ഒരു വാഹനം വാങ്ങിക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ ഡ്രൈവിങ് തീരെ മോശമായ കാരണം തന്നെ അദ്ദേഹം അത്ര അങ്ങോട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പക്ഷെ എൻ്റെ ഉപ്പാക്ക് എന്നെ നല്ല വിശ്വാസമായിരുന്നു. ഉപ്പ പറഞ്ഞു ഞാൻ എൻ്റെ കൂടെ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു വണ്ടി എടുത്തു. വണ്ടി എടുക്കാതെ മാത്രമല്ല, വണ്ടി എടുത്ത് പിറ്റേ ദിവസം തന്നെ ഞാൻ എൽബോർഡൊക്കെ ഞാൻ വണ്ടിയിൽ ഫിക്സ് ചെയ്തു. ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനലും വീഡിയോസും ഡ്രൈവിംഗ് ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു, അതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ ഹസ്ബിയാണ് എനിക്ക് ഒരാൾ നമ്പർ അയച്ചത്, ജെബിന എന്ന് പറഞ്ഞിട്ട്. ഇതിന് മുൻപ് ഒരു 2 വർഷം മുൻപ് വീണ്ടും ഞാൻ ഇതേപോലെ ഒരു ആഗ്രഹം കാരണം ഒരു ടീച്ചറുടെ അടുത്ത് പോയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു വെക്കേഷനിലായിരുന്നു. അപ്പോൾ ഒരു 5 ദിവസം ക്ലാസ് കഴിഞ്ഞു, വെറുതെ പൈസ കൊണ്ടുകൊടുത്തു കളഞ്ഞു. അത് കാരണം തന്നെ ഹസ്ബൻഡ് വലിയ രീതിയിലൊന്നും എന്നെ പ്രോത്സാഹനം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്നാ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിട്ടില്ല. ഓക്കെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന രീതിയിൽ വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫസ്റ്റ് ഡേ ജെബിനയുടെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആത്മവിശ്വാസമായിരുന്നു, എനിക്കിത് പറ്റും എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ നമ്മുടെ മുറ്റത്ത് വണ്ടി ഉണ്ടെങ്കിൽ അതൊന്ന് റിവേഴ്സ് ചെയ്ത് ഇടാനോ അല്ലെങ്കിൽ അതൊന്ന് നേരെ നീക്കിയിടാനോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹസ്ബൻഡും ആങ്ങളെയും പറഞ്ഞിരുന്നത് എൻ്റെ ഉപ്പ കൈക്കൂലി കൊടുത്തിട്ടാണ് എനിക്ക് ലൈസൻസ് പഠിപ്പിച്ചു തന്നതെന്ന്. പക്ഷേ ഫസ്റ്റ് ഡേ ക്ലാസ് കഴിഞ്ഞു. സെക്കൻഡ് ഡേ ആകുമ്പോഴത്തേനും ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഞാൻ വണ്ടിയൊക്കെ നമ്മുടെ കാർപോർച്ചിൽ കൊണ്ടിട്ടു. അതിനുശേഷം അത് റിവേഴ്സ് ചെയ്തിട്ടിട്ട് അപ്പോൾ ഞാൻ ഓരോന്നും ചെയ്യുമ്പോഴും ഹസ്ബൻഡിനും ഞാൻ ജപിക്കും, ഞാൻ അതിങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ചെയ്തു, അതിൻ്റെ ഫോട്ടോവും ഒക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെ മാക്സിമം നമ്മളെ കൂളാക്കുക, നമ്മളെ കൂളായിട്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ജെബിയുടെ ഒരു വലിയൊരു പ്ലസ് പോയിൻ്റാണ്. ഒരു ഡ്രൈവിംഗ് ടീച്ചറുടെ അടുത്ത് നമ്മൾ പോയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ടെൻഷനും കാര്യങ്ങളും അങ്ങനെ ഒന്നുമല്ല. നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഒരു കുറച്ച് സമയം ചിലവഴിക്കുന്ന ആ ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ലൈസൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടും നമുക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു പേടിയും അതേപോലെ തന്നെ മടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ജെബിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 100% ഉറപ്പാണ് ജെബി അത് സൂപ്പറാക്കിയിട്ട് കയ്യിൽ തരും എന്നുള്ളത്. വർഷങ്ങളായിട്ട് ഡ്രൈവ് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ലൈസൻസ് ഒക്കെ കിട്ടി ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ വണ്ടിയൊക്കെ റോഡിൽ ഇറക്കുന്നവർക്കും ഓട്ടോമാറ്റിക് വണ്ടി ഇത്രയും കാര്യത്തിൽ പറയണമെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അവർക്കത് ചെറിയൊരു കാര്യമായിരിക്കാം. പക്ഷേ എന്നെപ്പോലെയുള്ളവർക്ക് എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഇത്ര ഒരു പൊങ്ങച്ചം വേണോ അല്ലെങ്കിൽ ഇത് അഹങ്കാരമല്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഒരു ചിന്താഗതി അനുസരിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുക, അല്ലേ? നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും ഒക്കെ അത് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഒരു പ്രതീകമാണ് നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നത്. അപ്പോൾ എന്നെ പോലെയുള്ള കൂട്ടുകാർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നൊരു വാഹനമാകുമ്പോൾ എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ചെറിയൊരു തട്ടിലും മുട്ടിലൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളെല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്നാലേ ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതേപോലെ തന്നെ ഒത്തിരി സന്തോഷങ്ങളും എനിക്ക് അള്ളാഹു സമ്മാനിച്ചിട്ടുണ്ട്. സങ്കടങ്ങളെക്കാളും കൂടുതൽ നമ്മൾ ഓർത്തിരിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുന്നത് സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊന്നാണ് ഉമർ മോനെ ഫസ്റ്റ് ഫ്ലൈറ്റ് കൊണ്ടുപോയതും അതേപോലെ തന്നെ ജെബിന എന്നൊരു നല്ലൊരു ഫ്രണ്ട് വഴി എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയതും. എനിക്ക് ഉറപ്പാണ് എന്നെക്കാളും സന്തോഷമാണ് എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഹസ്ബൻഡിനും അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ
ഫാമിലിക്കും. കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച, അല്ലെങ്കിൽ നമ്മളത് മാറ്റി വെച്ചൊരു സംഭവമാണ് ഈ ഒരു സംഭവം. 2024 നമ്മുടെ എല്ലാവരുടെയും നല്ല നല്ല ആഗ്രഹങ്ങളും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.